എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പോകുന്നത് ടെക്സസിലേക്കാണ്. അവിടെ ആയിരക്കണക്കിന് മൈലുകൾക്കപ്പുറം ഒരു കൊച്ചു കേരളം തന്നെ ഉണ്ടാക്കിയതിന്റെ ഒരു ഗംഭീര കഥയുണ്ട്. വിന്റർ ബെൽസ് 2025 ഇതൊരു വെറും ക്രിസ്മസ് ന്യൂ ഇയർ പരിപാടിയായിരുന്നില്ല കേട്ടോ. അതിനപ്പുറം ഒരു നാടിന്റെ സംസ്കാരവും അവിടുത്തെ ആളുകളുടെ കൂട്ടായ്മയും ഒക്കെ ചേർന്ന ഒരു വമ്പൻ സംഭവമായിരുന്നു. അപ്പോ നമ്മുടെ മുന്നിലുള്ള ചോദ്യം ഇതാണ്: അമേരിക്കയുടെ ഹൃദയഭാഗത്ത് ടെക്സസിൽ എങ്ങനെയാണൊരു സമൂഹം അവരുടെ നാടിന്റെ തനിമ ഒട്ടും ചോരാതെ ഒരു മിനി കേരളം പടുത്തുയർത്തിയത്? വാ, നമുക്ക് ആ കഥയുടെ ഉള്ളിലേക്കൊന്ന് പോയി നോക്കാം. ഒന്ന് ഓർത്തു നോക്കൂ, ഇതൊരു ചെറിയ കുടുംബസംഗമൊന്നുമല്ല. അമേരിക്കയുടെ ചരിത്രത്തിൽ തന്നെ മലയാളികൾ ഒത്തുകൂടിയ ഏറ്റവും വലിയ പരിപാടികളിൽ ഒന്നായിട്ടാണ് ഇത് കണക്കാക്കുന്നത്. ഇനി അടുത്ത കണക്ക് ഭക്ഷണത്തിന്റെയാണ്. 100-ലധികം തനിനാടൻ കേരള വിഭവങ്ങൾ. നമ്മുടെ നാട്ടിൽ കഴിക്കുന്ന അതേ രുചിയിൽ സദ്യ മുതൽ തട്ടുകടയിലെ ചൂടുള്ള പലഹാരങ്ങൾ വരെ. ആ ഒരു കാഴ്ചയും രുചിയും നിങ്ങളൊന്ന് സങ്കല്പിച്ചു നോക്കിക്കേ. ഈ 10,000-കണക്കിന് ആളുകളെ ആകർഷിക്കാൻ മറ്റൊരു പ്രധാന കാരണം കൂടിയുണ്ടായിരുന്നു: ലോകം മുഴുവൻ ആരാധിക്കുന്ന ഒരു ക്രിക്കറ്റ് ഇതിഹാസം. അതാരായിരുന്നല്ലേ? നമുക്ക് വഴിയെ കാണാം. ഈ ആഘോഷത്തിന്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് കടക്കാം. അപ്പോ ഈ പരിപാടി സംഘടിപ്പിച്ചത് ലീഗ് സിറ്റി മലയാളി സമാജം, അതായത് MSOLC ആണ്. അവരുടെ 10ാം വാർഷിക ആഘോഷങ്ങളുടെ ഒരു തുടക്കമായിരുന്നു ഈ വിന്റർ ബെൽസ് 2025. വെറും ഒരു പരിപാടി എന്നതിലുപരി കഴിഞ്ഞ 10 വർഷത്തെ അവരുടെ കൂട്ടായ്മയുടെ ഒരു വലിയ പ്രഖ്യാപനം തന്നെയായിരുന്നു അത്. ഈ MSOLC എന്ന് പറയുന്നത് ടെക്സസിലെ മലയാളികളെ ഒരുമിപ്പിച്ചു നിർത്തുന്ന, നമ്മുടെ സംസ്കാരവും പൈതൃകവും എല്ലാം ആഘോഷിക്കുന്ന ഒരു പ്രധാന സംഘടനയാണ്. അപ്പോൾ അവരുടെ 10 വർഷത്തെ യാത്രയുടെ ഒരു ആഘോഷം, അതിന്റെ തുടക്കമായിരുന്നു ഈ വിന്റർ ബെൽസ്. എന്തായിരുന്നു ഈ വിന്റർ ബെൽസ് 2025 എന്ന് ചോദിച്ചാൽ അതൊരു സ്റ്റേജ് ഷോ മാത്രമായിരുന്നില്ല. പകരം നമ്മളെ കേരളത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു അനുഭവമായിരുന്നു. കാഴ്ചയിലും പാട്ടിലും പിന്നെ രുചിയിലും എല്ലാത്തിലും കേരള തനിമ നിറച്ച ഒരു ലോകം. ആ വേദി ശരിക്കും ഒരു കൊച്ചു കേരളം പോലെ തന്നെയായിരുന്നു. എങ്ങോട്ട് നോക്കിയാലും നക്ഷത്രങ്ങളും ലൈറ്റുകളും, ആളുകളെ ആവേശത്തിലാക്കാൻ ലൈവ് മ്യൂസിക്കും പാട്ടും ഒക്കെ ഉണ്ടായിരുന്നു. ഇതിന്റെയൊക്കെ ഇടയിലേക്ക് സാന്താക്ലോസ് കൂടി വന്നപ്പോൾ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ സന്തോഷമായി. അപ്പോ ഇതെല്ലാം കൂടി ചേർന്നപ്പോൾ സംഭവിച്ചതെന്താ? അതൊരു ചരിത്രമായി മാറി. ഇത്രയധികം ആളുകൾ പങ്കെടുത്തതുകൊണ്ട് തന്നെ അമേരിക്കയിലെ മലയാളി സമൂഹത്തിന്റെ ചരിത്രത്തിലെ തന്നെ ഒരു നാഴികക്കല്ലായി ഈ പരിപാടി മാറി. അപ്പോ ഇത്രയധികം ആളുകളെ ആകർഷിക്കാൻ എന്തായിരുന്നു കാരണം? ഈ വിജയത്തിന് പിന്നിലെ രഹസ്യം നമുക്കൊന്ന് നോക്കാം. പ്രധാനമായും 3 കാര്യങ്ങളാണ് ഈ അത്ഭുതത്തിന് പിന്നിൽ പ്രവർത്തിച്ചത്. നമുക്ക് ഓരോന്നായിട്ട് പരിശോധിക്കാം. ഒന്നാമത്തെ കാരണം സ്റ്റാർ പവർ തന്നെയായിരുന്നു. മുഖ്യാതിഥി സാക്ഷാൽ ക്രിക്കറ്റ് ഇതിഹാസം ശിവ് നാരായൺ ചന്ദർ പോൾ. അദ്ദേഹത്തെ കാണാൻ വേണ്ടി മാത്രം ഒരുപാട് പേരെത്തി. അതോടൊപ്പം നമ്മുടെ എല്ലാം അഭിമാനമായ പത്മശ്രീ ഷൈനി വിൽസനും അർജുന അവാർഡ് ജേതാവ് വിൽസൺ ചെറിയാനും. വേദി ശരിക്കും താരസമ്പന്നമായിരുന്നു. ഇനി രണ്ടാമത്തെ കാര്യം, ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണം ഇതുതന്നെയാവാം: ഭക്ഷണം. ടെക്സസിലിരുന്ന് തനി നാടൻ കേരള രുചി ആസ്വദിക്കാൻ ഒരവസരം. അതായിരുന്നു സംഘാടകരുടെ ലക്ഷ്യം. അതിനുവേണ്ടി അവർ ഒരുക്കിയത് ഒരു തട്ടുകട തെരുവായിരുന്നു. വെറുതെ കുറച്ച് ഫുഡ് സ്റ്റാളുകളല്ല, ശരിക്കും നമ്മുടെ നാട്ടിലെ തട്ടുകടകളിൽ കാണുന്ന അതേ തിരക്കും ബഹളവും ചൂടുള്ള ഭക്ഷണത്തിന്റെ മണവും ഒക്കെയുള്ളൊരിടം. 100-ലധികം വിഭവങ്ങൾ അവിടെ ലൈവായി ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. സംഘാടകർക്ക് ഇക്കാര്യത്തിൽ നല്ല വ്യക്തതയുണ്ടായിരുന്നു. MSOLC പ്രസിഡന്റ് ബിനീഷ് ജോസഫ് പറഞ്ഞൊരു വാക്കുണ്ട്: ഇവിടെയുള്ള മലയാളികൾക്ക് ആ ഒരു നൊസ്റ്റാൾജിയ സമ്മാനിക്കണമെന്ന്. ശരിക്കും നാടിന്റെ ആ രുചിയിലൂടെ ആ പഴയ ഓർമ്മകളെയൊക്കെ ഒന്ന് തൊട്ടുണർത്തുകയായിരുന്നു അവരുടെ ലക്ഷ്യം. മൂന്നാമത്തെ തൂൺ എന്ന് പറയുന്നത് ഒരു വ്യക്തിയോ ഒരു വിഭവമോ അല്ല, മറിച്ച് അവിടെ ഒത്തുകൂടിയ ഓരോ മലയാളിയുടെയും ഉള്ളിലുണ്ടായിരുന്ന ആവേശമാണ്. ആ ഒരു എനർജി, ആ ഒരു സന്തോഷം, അതായിരുന്നു ആ പരിപാടിയുടെ യഥാർത്ഥ ആത്മാവ്. പക്ഷേ ഈ താരങ്ങൾക്കും രുചിക്കൂട്ടുകൾക്കും ഒക്കെ അപ്പുറം ഈ വിജയത്തിന് പിന്നിൽ ഒരു രഹസ്യ ചേരുവയുണ്ടായിരുന്നു. സ്റ്റേജിൽ നമ്മൾ കണ്ട വർണ്ണക്കാഴ്ചകൾക്ക് പിന്നിൽ പ്രവർത്തിച്ചവരുടെ കൂട്ടായ്മ. ശരിക്കും അതാണ് ഈ കഥയുടെ ഹൃദയം. നമ്മൾ വേദിയിൽ കണ്ടതെന്താ? ലൈറ്റുകൾ, സ്റ്റാർസ്, നല്ല ഭക്ഷണം, സംഗീതം, ഇതൊക്കെയാണ്. എന്നാൽ ഇതിനെല്ലാം പിന്നിൽ നമ്മൾ കാണാതെ പോയ ഒരുപാട് പേരുണ്ട്. സംഘാടകർ, പാചകം ചെയ്തവർ, കാര്യങ്ങൾ ഓടി നടന്ന് ശരിയാക്കിയവർ, ആ വോളണ്ടിയർമാർ. അവരാണ് ഈ വിജയത്തിന്റെ യഥാർത്ഥ ഹീറോസ്. അതെങ്ങനെയാണ് ഇത്രയും വലിയൊരു പരിപാടി ഒരുമിച്ച് നടത്താൻ കഴിഞ്ഞത്? എന്തായിരുന്നു അതിനു പിന്നിലെ ആ സമർപ്പണം? നമുക്ക് നോക്കാം. അപ്പോ 1 മാസമൊക്കെ നീണ്ടുനിന്ന പ്ലാനിംഗ് ആണ് ഇതിന് പിന്നില്. പലരും സ്വന്തം ജോലിയും കുടുംബവും ഒക്കെ മാറ്റിവെച്ച് ഉറക്കം പോലും ഇല്ലാതെയാണ് ഇതിനുവേണ്ടി ഓടി നടന്നത്. 100-ലധികം വോളണ്ടിയർമാർ. അവരാരും ഇതൊരു സംഘടനയുടെ പരിപാടിയായിട്ടല്ല കണ്ടത്, മറിച്ച് സ്വന്തം വീട്ടിലൊരു കല്യാണം പോലെ അല്ലെങ്കിൽ ഒരു ഉത്സവം പോലെയാണ് ഏറ്റെടുത്തത്. ആ ഒരു ആത്മാർത്ഥത, അത് തന്നെയാണ് ഈ വിജയത്തിന്റെ ഏറ്റവും വലിയ രഹസ്യം. പ്രസിഡന്റ് ബിനീഷ് ജോസഫ് തന്നെ അത് തുറന്നു പറയുന്നുണ്ട്. ഈ വിജയത്തിന്റെ മുഴുവൻ ക്രെഡിറ്റും അണിയറയിൽ രാവും പകലും കഷ്ടപ്പെട്ട ആ വോളണ്ടിയർമാർക്കും കമ്മിറ്റി അംഗങ്ങൾക്കുമാണ്. ഒരു ടീമിന് അതിന്റെ ലീഡർ കൊടുക്കുന്ന ഏറ്റവും വലിയ അംഗീകാരമാണിതല്ലേ? അപ്പോ ഇത് വെറുമൊരാഘോഷത്തിന്റെ കഥ മാത്രമല്ല, അതിനപ്പുറം നമുക്ക് എല്ലാവർക്കും പഠിക്കാൻ പറ്റുന്ന വലിയൊരു പാഠം ഇതിലുണ്ട്. ലീഗ് സിറ്റിയിലെ മലയാളികൾ കാണിച്ചു തന്നത് അതാണ്.
നമ്മൾ ലോകത്തിന്റെ ഏത് കോണിൽ ജീവിച്ചാലും ഒരുമിച്ച് നിൽക്കാൻ ഒരു മനസ്സുണ്ടെങ്കിൽ നമ്മുടെ സംസ്കാരവും നമ്മുടെ കൂട്ടായ്മയും ഒക്കെ കാത്തുസൂക്ഷിക്കാൻ പറ്റും എന്നതിന്റെ ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് ഈ വിന്റർ ബെൽസ് 2025 അല്ലേ? ഒരു നാടിന്റെ ആഘോഷത്തിന് മനുഷ്യബന്ധങ്ങളുടെ ആഴത്തെക്കുറിച്ച് നമ്മളെ എത്രമാത്രം പഠിപ്പിക്കാൻ പറ്റും? ശരിക്കും ആലോചിച്ച് നോക്കിയാൽ ടെക്സസിൽ കണ്ട ആ കൊച്ചു കേരളം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഒരൊറ്റ കാര്യമാണ്. നമ്മൾ ലോകത്തെവിടെയാണെങ്കിലും ഒരുമിച്ച് നിൽക്കാനുള്ള ആ മനസ്സുണ്ടെങ്കിൽ, ആ കൂട്ടായ്മയുടെ ശക്തിയുണ്ടെങ്കിൽ അതിനെ വെല്ലാൻ മറ്റൊന്നിനും കഴിയില്ല. അതുതന്നെയാണ് ഏറ്റവും വലിയ സത്യം.